മിശിഹാ കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനാ വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ. മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ. മിശിഹാ കർത്താവേ. ആരാധന 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 ആരാധന. പരിശുദ്ധനേ ഹല്ലേലൂയ. ദൈവകുഞ്ഞാടേ നീയോഗ്യൻ. പരിശുദ്ധനേ ഹല്ലേലൂയ. ദൈവകുഞ്ഞാടേ നീയോഗ്യൻ. സർവഭൂമിയും തിരുതേജസ്സിന നിറഞ്ഞിടുന്നു. സർവഭൂമിയും തിരുതേജസ്സിന നിറഞ്ഞിടുന്നു. ആരാധന 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 ആരാധന. സ്വർഗത്തിൽ മഹിമയുടെ സിംഹാസനത്തിൽ എഴുന്നള്ളിയിരുന്നു കൊണ്ട് സകല മലാഖമാരുടെ സ്തുതിഗീതങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന കർത്താവേ, എല്ലാ മലാഖമാരുടെ വിശുദ്ധരോടും ചേർന്ന് ഞങ്ങളും അങ്ങയെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്നു കൊണ്ട് ദിവ്യകാരുണ്യത്തിന് മുമ്പിലിരുന്നു കൊണ്ട് അങ്ങയെ ആരാധിക്കുന്ന എല്ലാ മനുഷ്യ മക്കളുടെയും പ്രാർത്ഥനകളോട് ചേർന്നുകൊണ്ട്
ഞങ്ങൾ അങ്ങയെ ആരാധിച്ചുകൊണ്ട് ഏറ്റുചൊല്ലുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഇരുന്നു കൊണ്ട് ഇപ്പോൾ ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളോടും ഹൃദയത്തിൽ ഒന്നു ചേർന്നുകൊണ്ട് ഞങ്ങൾ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വർഗത്തിൽ മഹിമയുടെ സിംഹാസനത്തിൽ മാലാഖമാരുടെ സ്തുതിഗീതങ്ങളുടെ മധ്യേ വസിക്കുന്ന ദൈവമേ, അങ്ങയുടെ വ്യത്യസ്തമായ ഒരു മുഖം ഗത്സമയം തോട്ടത്തിൽ ഞങ്ങൾ കാണുകയാണ്. പെസഹ വ്യാഴാഴ്ച വിശുദ്ധ കുർബാന സ്ഥാപിച്ച ശേഷം അവിടുന്ന് സ്ലീഹന്മാരെ കൂട്ടി ഗത്സമയം തോട്ടത്തിലേക്ക് പോയി. നിങ്ങൾ ഇവിടെ ഇരിക്കുക എന്ന് സ്ലീഹന്മാരോട് പറഞ്ഞു. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെ കൂട്ടി കുറച്ചുകൂടി മുന്നോട്ട് പോയി അവിടുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ശരീരവും മനസ്സും ക്ഷീണിച്ചിരുന്ന അപ്പോസ്തലന്മാർ ഉറങ്ങുവാനും തുടങ്ങി. അവിടുന്ന് ഓരോ പ്രാവശ്യം വന്ന് നോക്കുമ്പോഴും അവർ ഉറങ്ങുന്നതാണ് കണ്ടത്. കർത്താവേ, ഉണർന്നിരിക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടോ നിന്നോടുകൂടി പ്രാർത്ഥിക്കുവാൻ മനസ്സില്ലാത്തത് കൊണ്ടോ അല്ല അവർ ഉറങ്ങിപ്പോയത്. ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്, അവരുടെ കണ്ണുകൾ അത്രമാത്രം നിദ്രാ ഭാരമുള്ളതായിരുന്നു. അതുപോലെ ഭാരപ്പെട്ടതായിരുന്നു അവരുടെ മനസ്സ്. നിന്റെ അടുത്ത് പോലും അവർ കിടന്നുറങ്ങിപ്പോയി. ഗത്സമനയിലെ രക്തം വീർത്ത് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, നീ തനിച്ചാണ്. നിന്നോട് കൂടെയുള്ളവർ പോലും ഉറങ്ങിപ്പോയി. കർത്താവ്, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന അനേക മനുഷ്യ മക്കളെ ഗത്സമയം തോട്ടത്തിൽ തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന നിന്റെ അവസ്ഥയോട് താരതമ്യപ്പെടുത്താൻ തോന്നുകയാണ്. ജീവിതത്തിൻ്റെ അവസാന വിശകലനത്തിൽ എല്ലാവരും തനിച്ചാണ്. കർത്താവെ, കൊറോണ വൈറസ് രോഗം മൂലം ആശുപത്രികളിൽ കിടക്കുന്ന രോഗികൾ, ശുശ്രൂഷിക്കാൻ ആളുകളൊക്കെ ഉണ്ടെങ്കിലും, കുടുംബാംഗങ്ങളും ബന്ധുമിത്രാദികളൊക്കെ ഉണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ തനിച്ചാണ്. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാരും ആശുപത്രി പ്രവർത്തകരും ഉള്ളിൻ്റെ ഉള്ളിൽ തനിച്ചാണ്. അവരുടെ കുടുംബാംഗങ്ങളും ബന്ധുമിത്രാദികളുമൊക്കെ ഉണ്ടെങ്കിലും അനേകം പേര് വീടുകളിൽ ക്വാറന്റൈനിൽ കഴിയുന്നുണ്ട്. വീട്ടിൽ ആളുണ്ട്, പക്ഷേ അവർ തനിച്ചാണ്. ഭർത്താവും ഭാര്യയും മക്കളുമൊക്കെ താൻ തനിച്ചാണ് എന്ന് ചിന്തിച്ചു പോകുന്നു. ഓരോരുത്തരുടെയും മനസ്സിലൊത്തിരി ആകുലതകളും സങ്കടങ്ങളും ദുഃഖങ്ങളുമുണ്ട്. കർത്താവെ, ഓരോ വ്യക്തിയും കടന്നു പോകുന്ന ആ സങ്കടത്തെയും ദുഃഖത്തെയും മരണകരമായ വേദനയും ഒക്കെ ഗത്സമയം തോട്ടത്തിൽ നീ സഹിച്ച വേദനകളോട് കൂട്ടിച്ചേർത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നിന്റെ സഹനവും വേദനകളും രക്ഷാകരമായതുപോലെ കർത്താവെ, ഓരോരുത്തരും വിവിധ സ്ഥലങ്ങളിലും സാഹചര്യങ്ങളിലും ഇരുന്നു കൊണ്ട് അനുഭവിക്കുന്ന വേദനകൾ, ദുഃഖങ്ങൾ, ഏകാന്തത അവർക്കും ലോകത്തിനും അനുഗ്രഹത്തിനും നന്മയ്ക്ക് കാരണമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മനസ്സ് വിഷമിച്ചിരിക്കുമ്പോൾ ഒരുപക്ഷെ നിന്നെ സ്തുതിക്കുവാനോ ആരാധിക്കുവാനോ പാട്ടുപാടി പുകഴ്ത്തുവാനും ഒന്നും
ഞങ്ങൾക്ക് കഴിയാറില്ല. മരവിച്ച് നിസ്സംഗതയിൽ ഇരിക്കാനൊക്കെയാണ് ഞങ്ങൾക്ക് തോന്നുക. എങ്കിലും കർത്താവെ, അനുഭവത്തിൽ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. മനസ്സ് ഭാരപ്പെട്ടിരിക്കുമ്പോഴും ജീവിതം അങ്ങേയറ്റം തളർന്ന് വീണ് കിടക്കുമ്പോഴും നിന്നെ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നീ ശക്തി പകരുന്നു, നീ സൗഖ്യം തരുന്നു, നീ വീണ്ടും എഴുന്നേൽപ്പിച്ച് നടത്തുന്നു. നമ്മുടെ കർത്താവെ, മനസ്സിലൊത്തിരി ഭാരവും അസ്വസ്ഥതയും തോന്നുമ്പോഴും ഞാൻ നിന്നെ ഒന്ന് ആരാധിക്കുവാനും സ്തുതിക്കുവാനും ശ്രമിക്കട്ടെ. ഒന്ന് പാട്ടുപാടി നിന്നെ പുകഴ്ത്തുവാൻ ഞാൻ ശ്രമിക്കട്ടെ. കർത്താവെ, എൻ്റെ അധരം അതിനുവേണ്ടി നീ ഒന്ന് തുറന്നു തരണമേ. അങ്ങനെ ഞങ്ങൾ നിന്നെ സ്തുതിച്ച് ആരാധിക്കുമ്പോൾ, പാടി സ്തുതിക്കുമ്പോൾ കർത്താവെ, നിന്റെ നിസ്സഹായതകളോട് ഞങ്ങളുടെ നിസ്സഹായതകളെ ചേർത്ത് വയ്ക്കുന്നു. നിന്റെ സങ്കടങ്ങളോട് ഞങ്ങളുടെ സങ്കടങ്ങളെ ചേർത്ത് വയ്ക്കുന്നു. നീ ആശ്വാസവും സൗഖ്യവും നൽകണമേ, നീ വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഏകാന്തത എന്തെന്ന് നിനക്കറിയാം, സങ്കടം എന്തെന്ന് നിനക്കറിയാം, ദുഃഖം എന്തെന്ന് നിനക്കറിയാം. കൊണ്ട് ദുഃഖിച്ചിരിക്കുന്നവരെ നീ ആശ്വസിപ്പിക്കണമേ, തളർന്നു പോയവരെ നീ വീണ്ടും എഴുന്നേൽപ്പിക്കണമേ, മുറിവേറ്റവരെ നീ സുഖപ്പെടുത്തണമേ. പ്രത്യാശ നശിച്ചു പോയവർക്ക് നീ വീണ്ടും പ്രതീക്ഷ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സാഹചര്യത്തിലേക്ക് മാത്രം നോക്കുമ്പോഴാണ് മനുഷ്യൻ തളരുക. എന്നാൽ സാഹചര്യത്തിൽ ഇടപെടുന്ന ഒരു ദൈവത്തെ കൂടി കാണുമ്പോൾ പ്രതീക്ഷിക്കാനൊന്നുമില്ലാത്തപ്പോഴും ഞങ്ങൾക്ക് പ്രതീക്ഷ കിട്ടും. കാരണം സർവശക്തനായ നീ കൂടെയുണ്ട്, പ്രാർത്ഥന കേൾക്കുന്ന നീ കൂടെയുണ്ട്, രക്ഷിക്കുന്ന നീ കൂടെയുണ്ട്, അസാധ്യ കാര്യങ്ങൾ സാധ്യമാക്കുന്ന നീ കൂടെയുണ്ട്. അത് തരുന്ന ശക്തി വലുതാണ്. കർത്താവ്, ഇതുകൊണ്ട് ഈ നിമിഷങ്ങളിൽ എല്ലാവരുടെയും മനസ്സുകളെ, ഹൃദയങ്ങളെ നിന്നിലേക്ക് ഉയർത്തുവാൻ, നിന്റെ മുഖത്തേക്ക് നോക്കുവാൻ, നിന്നെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുവാൻ, നിന്റെ ഇടപെടലിന് വേണ്ടി കാത്തിരിക്കുവാനുള്ള ഒരു അഭിഷേകം എല്ലാ മക്കൾക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ആലപിക്കുന്ന ഗാനത്തോട് ചേർന്ന് നിങ്ങളും ഒന്ന് ഈശോയെ സ്തുതിച്ച് ആരാധിക്കാൻ ശ്രമിക്കുക. സ്തുതിച്ചു പാട് നീ ദൈവനാമത്തിൽ, നിന്റെ ജീവിതത്തിൽ നീ ഇന്ന് അത്ഭുതം കാണും. കർത്താവേ, അബ്രാഹാം നിന്റെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചിരുന്നപ്പോൾ മകനെ നീ നൽകി നീ അത്ഭുതം ചെയ്ത് കാണിച്ചു കൊടുത്തു. കർത്താവെ, പ്രശ്നങ്ങളിലേക്ക് നോക്കിയിരിക്കുന്ന സർവ്വ മക്കളും ഇപ്പോൾ നിന്റെ മുഖത്തേക്ക് നോക്കി ശക്തി സംഭരിക്കട്ടെ, പ്രത്യാശ സംഭരിക്കട്ടെ. അതിനായി ഇവരുടെ ഹൃദയങ്ങളെ തുറക്കണമേ, മനസ്സുകളെ തുറക്കണമേ, നിന്നെ സ്തുതിക്കുവാനായി അവരുടെ അധരങ്ങളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി നമുക്ക് ആ ഇരടികൾ ആവർത്തിക്കാം. സ്തുതിച്ചു പാട് നീ ദൈവനാമത്തിൽ, നിന്റെ ജീവിതത്തിൽ നീ ഇന്ന് അത്ഭുതം കാണും. ആഹാ, എൻ്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവ കൃപയ എന്നും നിറഞ്ഞിടട്ടെ. ആഹാ, എൻ്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവ കൃപയ എന്നും നിറഞ്ഞിടട്ടെ. സഹിച്ചു പാട് നീ ദൈവനാമത്തിൽ, നിന്റെ ജോലിയിൽ നീ ഇന്ന് അത്ഭുതം കാണും. നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സഹനങ്ങളെയും ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് പാടാനായിട്ട് ശ്രമിക്കാം. സഹിച്ചു പാട് നീ ദൈവനാമത്തിൽ, നിന്റെ ജോലിയിൽ നീ ഇന്ന് അത്ഭുതം കാണും. ആഹാ, എൻ്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവ കൃപയ എന്നും നിറഞ്ഞിടട്ടെ. ആഹാ, എൻ്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവ കൃപയ എന്നും നിറഞ്ഞിടട്ടെ. ആഹാ, എൻ്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവ കൃപയ നിന്നെ സ്തുതിക്കുന്ന മക്കളെ കാണണമേ. അവരുടെ പ്രാർത്ഥന ദൈവസന്നിധി
നീ നിലവിളിക്ക്. നിന്നെ കരുണയോടെ ദൈവം വാരിപ്പുണരും. മത്സ്യത്തിന്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് ആരും കേൾക്കുന്നില്ലെങ്കിലും നിലവിളിച്ച ഒരു മനുഷ്യനുണ്ട്, യോനാ പ്രവാചകൻ. സുഖക്കുഴിയിലിരുന്നു കൊണ്ട് രാത്രി മുഴുവൻ നിലവിളിച്ചൊരു മനുഷ്യനുണ്ട്, ദാനിയേൽ പ്രവാചകൻ. അതുപോലെ അനേക മനുഷ്യർ ഏകാന്തതയിൽ ആരും കാണാതെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഹൃദയമുയർത്തി നിലവിളിച്ചിട്ടുണ്ട്. ഓ കർത്താവേ, ഞങ്ങളുടെ നിലവിളികളെ അവരുടെ നിലവിളികളോട് ചേർത്ത് നിന്റെ സന്നിധിയിൽ ഞങ്ങളിപ്പോൾ സമർപ്പിക്കുന്നു. വീണ്ടും പാടാം. ദൈവസന്നിധി നീ നിലവിളിക്ക്, നിന്നെ കരുണയോടെ ദൈവം വാരിപ്പുണരും. ആഹാ എന്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവ കൃപയാ എന്നും നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവ കൃപയാ എന്നും നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവ കൃപയാ എന്നും നിറഞ്ഞിടട്ടെ. സ്തുതിച്ചു പാട് നീ പ്രതിസന്ധിയിൽ, നിന്റെ ദൈവം നിനക്കെന്നതിനുത്തരം തരും. സ്തുതിച്ചു പാട് നീ പ്രതിസന്ധിയിൽ, നിന്റെ ദൈവം നിനക്കെന്നതിനുത്തരം തരും. ആഹാ എന്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവ കൃപയാ എന്നും നിറഞ്ഞിടട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം നമുക്ക് നമ്മുടേതായ സ്വരത്തിൽ ഒന്ന് ഈശോയെ സ്തുതിക്കാൻ ശ്രമിക്കാം. നമുക്കെല്ലാവർക്കും ഇപ്പോൾ ഈശോയെ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ഈശോയുടെ മുഖത്തേക്ക് നമുക്കൊന്ന് നോക്കാം. ആപ്പത്തിനുള്ളിൽ ഈശോയുടെ മുഖം കാണാൻ ശ്രമിക്കാം. ഈശോയെ നമുക്കൊന്ന് ഹൃദയം കൊണ്ട് വിളിക്കാം. എൻ്റെ ഈശോയെ, ഈ അപ്പത്തിൽ ഞാൻ നിൻ്റെ മുഖം കാണുന്നു, നിൻ്റെ സാന്നിധ്യം ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കർത്താവും എൻ്റെ രക്ഷകനും എൻ്റെ നാഥനും എൻ്റെ ദൈവവുമായി ഞാൻ നിന്നെ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. ഞാൻ നിന്നെ സ്തുതിച്ചു ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് മറുപടി തരുന്ന ദൈവമാണല്ലോ നീ. അവരെ രക്ഷിക്കുന്ന ദൈവമാണല്ലോ നീ. അവരുടെ മുറിവുകൾ ഉണക്കുന്ന ദൈവമാണല്ലോ നീ. അവരുടെ ഭാരങ്ങൾ ഏറ്റെടുക്കുന്ന ദൈവമാണല്ലോ നീ. അവരെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണല്ലോ നീ. വീണുപോയി ഇവരെ എഴുന്നേൽപ്പിച്ച് നടത്തുന്ന ദൈവമാണല്ലോ നീ. ഗെത്സമേൻ തോട്ടത്തിൽ അപ്പോസ്തലന്മാരെന്ന് എഴുന്നേൽപ്പിച്ച് നടത്തി പോലെ കർത്താവെ, തളർന്നുപോയ ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ ആത്മാവ് കൊണ്ടോ ബുദ്ധി കൊണ്ടോ ഒക്കെ തളർന്നു പോയ എല്ലാ സഹോദരി സഹോദരന്മാരിലേക്കും ഇപ്പോൾ നിന്റെ സൗഖ്യവും ശക്തിയും അഭിഷേകവും ഒഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്വസ്ഥതകൾ അവരെ വിട്ടുപോകട്ടെ, ഭാരങ്ങൾ അവരെ നീങ്ങിപ്പോകട്ടെ, രോഗപീഠകൾ അവരെ വിട്ടുപോകട്ടെ, തളർച്ചകൾ അവരെ വിട്ടുപോകട്ടെ. അവരുടെ കൈകാലുകൾ ബലം പ്രാപിക്കട്ടെ, മനസ്സ് ബലം പ്രാപിക്കട്ടെ, ആത്മാവ് ബലം പ്രാപിക്കട്ടെ, ശരീരത്തിന് ശക്തി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്ന് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ഒന്ന് കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കാമോ? ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ മഹത്വം, ഈശോയെ ആരാധന. ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. നീ രക്ഷിക്കുന്ന ദൈവമാണ്, നീ കരുണയുള്ള ദൈവമാണ്, നീ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്, നീ മരുഭൂമിയിൽ പൂന്തോട്ടവും തടാകവും നിർമ്മിക്കുന്ന ദൈവമാണ് എന്ന് ഞാൻ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. കർത്താവിനോടൊന്ന് പറയാം, നമ്മുടേതായ വാക്കുകളിൽ, നമ്മുടേതായ ഭാഷകളിൽ ഒന്ന് പറയാം. നമ്മുടെ നെടുവീർപ്പുകളോട് ചേർന്ന് ഒരു പ്രാർത്ഥന കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഉയർത്താം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ മഹത്വം, ഈശോയെ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ, അനേക സ്ഥലങ്ങളിലിരുന്ന് കൊണ്ട് ഏകാന്തതയിൽ പ്രാർത്ഥിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരോട് ചേർന്ന് ഞാനിപ്പോൾ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ കരം അവരുടെ മേൽ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ കരം തൊട്ടവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ കരം തൊട്ട്
അവരെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിരക്കരം കൊണ്ട് അവരെ നീ പിടിച്ചെഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിരക്കരത്താൽ നീ അവരെ താങ്ങി നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കരയുന്നവരുടെ കണ്ണുനീരിൽ നീ ഒപ്പിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്ന് കരയുവാൻ പോലും ആവാത്ത വിധം കണ്ണുനീര് വറ്റിപ്പോയവർക്ക്, മനസ്സ് മരവിച്ചവർക്ക്, പ്രതീക്ഷ നശിച്ചവർക്ക് നീ ഇപ്പോൾ ഒരു സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, നിന്റെ കരസ്പർശം ഓരോ മക്കൾക്കും ഇപ്പോൾ അനുഭവപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ സൗഖ്യം ഓരോ മക്കൾക്കും ഇപ്പോൾ അനുഭവപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭാരങ്ങൾ വിട്ടുപോകുന്ന അനുഭവം, ദുഃഖങ്ങൾ വിട്ടുപോകുന്ന അനുഭവം, സങ്കടങ്ങൾ നീക്കപ്പെടുന്ന അനുഭവം ഓരോ മക്കളും ഇപ്പോൾ അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ മഹത്വം, ഈശോ ആരാധന. കർത്താവേ സ്തോത്രം, ഈശോയെ നന്ദി, കർത്താവേ സ്തോത്രം, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. എന്നിൽ വന്നിടണേ, ഹല്ലേലൂയ, എൻ മനസ്സിന്റെ ഭാരങ്ങൾ ദുഃഖങ്ങൾ നീയകറ്റിടണേ. നമ്മുടെ എല്ലാ ഭാരങ്ങളും ദുഃഖങ്ങളും ഈശോയ്ക്ക് സമർപ്പിക്കാം. ഓരോരുത്തരുടെയും ഭാരങ്ങൾ വ്യത്യസ്തമാണ്, ദുഃഖങ്ങൾ വ്യത്യസ്തമാണ്, ദുഃഖത്തിന്റെ കാരണങ്ങളും വ്യത്യസ്തമാണ്, ദുഃഖത്തിന്റെ പഴക്കവും വ്യത്യാസമാണ്. ഇതിലെല്ലാവരുടെയും മനസ്സിൽ ഭാരമുണ്ട്, ദുഃഖമുണ്ട്. രോഗിയായി കിടക്കുന്നവർക്ക് അവരുടെ ദുഃഖമുണ്ട്, രോഗികളെ നോക്കുന്നവർക്ക് അവരുടെ ദുഃഖമുണ്ട്, രോഗിയായിരിക്കുന്നവരുടെ കുടുംബാംഗങ്ങൾക്ക് അതിൻ്റെ ദുഃഖമുണ്ട്, ജോലിയില്ലാത്തവർക്ക് അതിൻ്റെ ദുഃഖമുണ്ട്, കയ്യിൽ പണമില്ലാത്തവർക്ക് അതിൻ്റെ ദുഃഖമുണ്ട്, കടബാധ്യതയുള്ളവർക്ക് അതിൻ്റെ ദുഃഖമുണ്ട്. ഓരോരുത്തർക്കും ഓരോ ദുഃഖങ്ങളാ. പ്രിയപ്പെട്ടവർ, എന്താണ് നിങ്ങളുടെ ദുഃഖം? എന്താണ് നിന്റെ ദുഃഖം എന്നൊന്ന് ആലോചിക്കുക. അതൊന്ന് ഈശോയ്ക്ക് സമർപ്പിക്കുക. ആ ഭാരം ഒന്ന് ഈശോയ്ക്ക് സമർപ്പിക്കുക. ഒരിക്കൽ കൂടി നമുക്ക് പാടാം. രക്ഷിക്കുന്ന ഈശോയെ, സൗഖ്യം നൽകുന്ന ഈശോയെ, ഭാരങ്ങൾ ഏറ്റെടുക്കുന്ന ഈശോയെ, മുറിവുണക്കുന്ന ഈശോയെ, ആശ്വാസം തരുന്ന ഈശോയെ, എൻ്റെ അടുത്തേക്ക് വരണമേ. അടുത്തേക്കല്ല, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതേ ഈരടികൾ വീണ്ടും നമ്മൾ പാടുന്നു. ഹല്ലേലൂയ, 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 മനസ്സിന്റെ ഭാരങ്ങൾ ദുഃഖങ്ങൾ നീയകറ്റിടണേ. നമ്മുടെ ചില ദുഃഖങ്ങൾ ഏറ്റെടുത്ത് സൗഖ്യം നൽകണമേ, വിടുതൽ നൽകണമേ, ആശ്വാസം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദികാലം മുതൽ, ആദികാലം മുതൽ ഹല്ലേലൂയ, ഈശോയെ, ഊറി നിന്നിടും ഹല്ലേലൂയ, 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 ഉത്കണ്ഠ ഹല്ലേലൂയ, തിന്മ നിരാശകൾ ആശയാക്കിയിടണേ. ഒരിക്കൽ കൂടി സമർപ്പിച്ചുകൊണ്ട് ഏറ്റുപാടാം. ആദ്യകാലം മുതൽ, ആദികാലം മുതൽ ഹല്ലേലൂയ, രക്ഷകനേശുവേ, രക്ഷകനേശുവേ, എന്നിൽ വന്നിടണേ. മനസ്സിന്റെ ഭാരങ്ങൾ ദുഃഖങ്ങൾ നീയകറ്റിടണേ. ഈ കൊറോണ വൈറസ് വ്യാപനവുമായി ബന്ധപ്പെട്ട് നമ്മൾ കടന്നു പോകുന്ന പ്രത്യേക സങ്കടങ്ങളും അവസ്ഥകളുമുണ്ട്. രോഗികളായിരിക്കുന്നവർ, അവരെ ശുശ്രൂഷിക്കുന്നവരുടെ കുടുംബാംഗങ്ങൾ, ജോലി നഷ്ടപ്പെട്ടവർ, ജോലി ചെയ്യാൻ പറ്റാത്തവർ, വരുമാനം നിലച്ചവർ, കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് കഴിയുന്നവർ, അങ്ങനെ ഒരുപാട് തലത്തിൽ വ്യത്യസ്തമായ തലങ്ങളിൽ വേദനിക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരുടെ വ്യത്യസ്തമായ ആ വേദനകൾ, ഈ കാലഘട്ടം നമുക്ക് തരുന്ന ആ വേദനകൾ, ആ മുറിവുകൾ, ആ സങ്കടങ്ങൾ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പാടാം. കോപനിരസങ്ങൾ, കർത്താവേ നന്ദി, ദ്വേഷവൈരാഗ്യങ്ങൾ സർവവുമെന്റെ ഹൃത്തിൽ നിന്നൂറ്റി നീ സ്നേഹം നിറയ്ക്കണേ. കോപനിരസങ്ങൾ, യേശുവേ നന്ദി, ദ്വേഷവൈരാഗ്യങ്ങൾ
യേശുവേ നന്ദി, യേശുവേ നന്ദി, സർവ്വവും എന്റെ ഹൃദയത്തിൽ നിന്നൂറ്റി നീ സ്നേഹം നിറയ്ക്കണേ. ഒരിക്കൽ കൂടി നമുക്ക് ഒന്ന് ചേർന്ന് പാടാം. രക്ഷകൻ യേശുവേ, രക്ഷകനേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിൽ കർത്താവേ, ഓരോ മക്കളിലേക്കും കടന്നു ചെല്ലണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഃഖങ്ങളിലേക്ക് കടന്നു, മനസ്സിന്റെ രോഗങ്ങളിലേക്ക്, ഭാരങ്ങൾ സങ്കടങ്ങളിലേക്ക്, കുടുംബത്തിലെ അസ്വസ്ഥതകളിലേക്ക്, വഴക്കിലേക്ക്, ദാരിദ്ര്യത്തിലേക്ക് കടന്നു ചെല്ലണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രക്ഷ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, മനസ്സിന്റെ ഈശോയെ നന്ദി, ഭാരങ്ങൾ ദുഃഖങ്ങൾ ഈശോയെ. നീ അകറ്റിയിടണേ. പ്രിയ സഹോദര സഹോദരി, അല്പസമയം നിശബ്ദതയിലേക്ക് വരാമോ? പരിപൂർണ നിശബ്ദതയിലേക്ക്. ഈശോയുടെ സാന്നിധ്യം നിങ്ങളുടെ മുമ്പിലുള്ളതൊന്ന് കണ്ണിൽ കാണുക, മുമ്പിലുള്ളത് കണ്ണിൽ കാണുക. എമ്മാവൂസ് യാത്രക്കാര് ഈശോയുടെ മരണത്തിൻ്റെ സങ്കടങ്ങൾ പറഞ്ഞു പോയപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഈശോ കൂടി അവരെ ആശ്വസിപ്പിച്ചു. അതുപോലെ കർത്താവേ, എന്നോട് കൂടെ ഒന്നായിരിക്കണമേ, എന്നെ ഒന്ന് ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ഹൃദയ വിചാരങ്ങൾ പോലും എനിക്കറിയാമെന്ന് നമ്മളോട് പറഞ്ഞ ഈശോ തീർച്ചയായിട്ടും സഹോദര സഹോദരി, നിങ്ങൾ നടത്തുന്ന നിശബ്ദമായ പ്രാർത്ഥന ഇപ്പോൾ കേൾക്കും. നിങ്ങൾ ഉയർത്തുന്ന നെടുവീർപ്പുകൾ കർത്താവ് കേൾക്കും. കർത്താവ് നിങ്ങളെ ആശ്വസിപ്പിക്കും. കർത്താവ് നിങ്ങളെ ശക്തിപ്പെടുത്തും. കർത്താവ് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകും. അടഞ്ഞ വഴികൾ അവിടെ നിന്ന് തുറന്നു തരും. പുതിയ വഴികൾ അവിടെ നിന്ന് വെട്ടി തുറക്കും. അതുകൊണ്ട് നമ്മുടെ ഭയത്തെ, നമ്മുടെ ആകുലതയെ, നമ്മുടെ ഉത്കണ്ഠയെ, നമ്മുടെ നിരാശയെ, നമ്മുടെ നിസ്സഹായ ബോധത്തെ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നിശബ്ദതയെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഈ ആരാധന അവസാനിപ്പിക്കും. കർത്താവിൻ്റെ ആശീർവാദത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുറങ്ങാം. കർത്താവേ സ്തോത്രം, യേശുവേ നന്ദി. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതപ്പം നീ, നിത്യമഹോന്നതപ്പം നീ. മാനവരേ, മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമാം സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതപ്പം നീ, നിത്യമഹോന്നതപ്പം നീ. പ്രിയപ്പെട്ടവരെ, നമ്മളിൽ സാധിക്കുന്നവർക്കൊക്കെ ഇപ്പോൾ ഈശോയെ നമ്മുടെ കൺമുമ്പിൽ കണ്ടുകൊണ്ട് അവിടുത്തെ ആരാധിക്കുവാനും അവിടുത്തെ ആശീർവാദം സ്വീകരിക്കുവാനുമായി മുട്ടുകൾ കൊടുത്താൽ പറ്റുന്നവർ, അല്ലാത്തവരിയ്ക്കുകയോ എഴുന്നേറ്റ് നിൽക്കുകയോ ഒക്കെ ചെയ്യാം. കരങ്ങൾ നമുക്ക് കുപ്പിപ്പിടിക്കാം. ഈശോയുടെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. ഈശോയെ, ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നുവെന്ന് അവിടുത്തോട് ഏറ്റു പറയാം. അല്ലെങ്കിൽ കർത്താവേ, നിന്റെ കരം നീട്ടി എന്നെയും എൻ്റെ കുടുംബത്തെയും ഒന്ന് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ സമയത്ത് ആയിരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനെ
നിത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യം സ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.